തമിഴിൽ കണ്ടോലെ ഗൈസ്, ഇത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അല്ലേ? അതെ, സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോണേ. ഞങ്ങള് എപ്പോഴെപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കട്ടെ. എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? ഈ ഔട്ട്ഫിറ്റ് എവിടെയെങ്കിലും കണ്ടതായിട്ടാണെങ്കിലും ഓർക്കണ്ട. ഇത് ഞാൻ കുറെ നാളായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണായിരുന്നു. നമ്മുടെ കരീന കപ്പൂറിന്റെ വൈറലായിട്ടുള്ള ഔട്ട്ഫിറ്റ് ആയിരുന്നില്ലേ? ഒന്ന് കാണിച്ചെടുക്കാത്തെന്താ? കാണണ്ടേ എന്നെ? ഞാൻ ഫുള്ളായിട്ട് റെഡി ആയി കഴിയുമ്പോ പിന്നെ കരീനയുടെ അത്രയൊന്നും വരില്ലാണ്ട് നമ്മള് മനുഷ്യന്റെ ആഗ്രഹമല്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് ചെയ്താണ്. പിന്നെ ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗിവ് അവേന്റെ. ആ ഗിവ് അവേ ഞാൻ കൊളാബറേറ്റ് ചെയ്യണത് ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് തന്ന പേജാണ് കേട്ടോ. ഇതാരും മിസ് ചെയ്യരുത്, ബിക്കോസ് അത് നന്നായിട്ട് കസ്റ്റമൈസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും ആ ഗിവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയുന്നത്. ഡേറ്റ് മറക്കരുത് കേട്ടോ. ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല അല്ലേ? സർപ്രൈസ് പറഞ്ഞില്ല, അറിയാം പുറത്തോണ ഫുഡ് കഴിക്കാൻ പോണെന്നൊക്കെ എനിക്കറിയാം. അല്ല നമ്മള് വീട്ടിലെന്തായാലും വീട്ടിലുള്ള എന്റെ കോലം പുറത്തോണ എന്റെ കോലം എല്ലാവരും രണ്ടും രണ്ടാണ്. നമ്മുടെ 14 വർഷമായിട്ട് ഇടക്ക് നീ അതൊക്കെ ഓർത്താ കൊള്ളാം. 14 വർഷമാണ് എന്നോട് പറയണത്. തമ്മിൽ തല്ലി മാറ്റി പിടിച്ചും കളിച്ചും ചിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയൊക്കെ നമ്മൾ അതിന്റെ ഇടയിൽ കുറച്ച് സമയം കണ്ടെത്തി ഞങ്ങൾ സ്നേഹിക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിച്ചിടം വരെ എത്തിയിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഓവറായിട്ടിരിക്കണ്ട. മേക്കപ്പ് ഇച്ചിരി കൂടുതലാണോ ചേട്ടാ? കുറച്ച് ഓവറായാലല്ലേ ആളുകൾ ശ്രദ്ധിക്കൂ. നമ്മളെന്തായാലും പോയിട്ട് വരാം ഗൈസ്. എന്താ കമ്മലിടാത്ത? എനിക്കിപ്പോ ഇത്ര എന്താണ്, കമ്മലിടൂല. മാല ഹെവി ആണെങ്കിൽ കമ്മലിടൂല, കമ്മല് ഹെവി ആണെങ്കിൽ മാല ഇടൂല. ഇല്ല ഹലോ ആച്ചുക്കളി എവിടെ? വീട്ടിൽ നിന്ന് പറഞ്ഞോളൂ ഗൈസ്. അതെ, Can you sedation? Touch me and can you sedation? If the world was ending, I wanna be next to you. അങ്ങനെ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ തന്നെ മക്കൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇപ്പൊ റെസ്റ്റോറന്റ് മേളിലായിരുന്നു. ഈ റെസ്റ്റോറൻറ്റിലേക്കുള്ള എൻട്രൻസ് അടിപൊളിയാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഓപ്പൺ സ്പേസിലേക്കാണ് പോയത്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ആംബിയൻസ് ആണെങ്കിൽ ഒന്നും പറയാനില്ല. ഞാൻ തിരിക്കാനോട് പറയണമായിരുന്നു ഇവിടേക്ക് ഒറ്റയ്ക്ക് വന്നം തിരിക്കുക, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു എന്ന്. പിന്നെ ഉണ്ടല്ല, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങളെ വീട് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ഫ്ലാറ്റ് കാണണ്ട, അതിൻ്റെ ബാക്കിൽ ഏതൊക്കെയോ ഒരു വീട് ഞങ്ങളെ വീടാണ്. വീട്ടിലുള്ളപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട് നോക്കാറില്ല. ഇപ്പം ഇവിടെ വന്ന് നിന്നിട്ട് വീട്ടിലേക്ക് നോക്കി നിൽക്കണേണ് ഈ കാണുന്നത്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നാണ് ഇരിക്കുക. ആണെങ്കിൽ ഭയങ്കര നാണമായിരുന്നു. പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറി. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പറഞ്ഞ ടേബിള്. സത്യം പറഞ്ഞാൽ വെഡിങ് ആനിവേഴ്സറി ഞങ്ങളുടേത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന, പക്ഷെ ഇവരെ ആഘോഷമൊക്കെ ഉണ്ടാവർക്കും ഇവർ നല്ല പരിപാടിയായിരിക്കുമെന്ന്. എനിക്ക് അവിടെ ഇരിക്കണമായിരുന്നു, പക്ഷെ ഇതിങ്ങനെ ഇരുത്തിയില്ല. ഞങ്ങൾ 4 പേരും ഒരുമിച്ചൊരു ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് ഇവിടുത്തെ സ്റ്റാഫ് ഒരാൾ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാ. പുള്ളി എടുത്തുന്ന വീഡിയോ ആണ് ഇതൊക്കെ. എൻ്റെ വീട് കൊച്ചിയിലാണ്. കൊച്ചിയിലെ ഭാഷയല്ല, ഞാൻ ട്രിവാൻഡ്രത്തൊക്കെയാണ് പഠിച്ചത്. അങ്ങനെ ഡിഫറെന്റ് ഏരിയസ് അതിൻ്റെ എല്ലാം. റെസ്റ്റോറൻറ്റിൽ പോയ ഒരു നാട്ടുനടപ്പാണല്ലോ മെനു കാർഡ് കൊണ്ട് തന്നെ. അപ്പോൾ ഓരോന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി. മെനു വന്നിട്ട് സത്യം പറഞ്ഞൊന്നും മനസ്സിലാവില്ല, പക്ഷേ ഇവിടുത്തെ സ്റ്റാഫ് അടിപൊളിയാണ്. സംസാരിച്ചൊക്കെ വന്നപ്പോൾ പുള്ളി ഞങ്ങളെ നെയ്ബറായി തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് 3 ഫുഡ് സജസ്റ്റ് ചെയ്ത്. ഒന്ന് ഈ സ്പാനിഷ് ഗാർലിക് ഷ്രിമ്പും പിന്നെ യാക്കിട്ടോറി. പേരൊക്കെ ഇത് പഠിച്ചിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. കുറേ പ്രാവശ്യം വായിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. പിന്നെ ഒരു കഫീർ ലൈം ചിക്കൻ എന്ന് പറഞ്ഞിട്ട്. ഈ 3 എണ്ണം നമുക്ക് കഴിക്കാത്ത ഇന്ത്യന് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡാണ്. എനിക്ക് എപ്പോഴും ഡിഫറെൻറ്റ് ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്.
ഇത് കഴിക്കാം അല്ലെങ്കിൽ ഇത് നമുക്കിപ്പോ യാക്കിറ്റോറി അയക്കാം. ഇത് പുള്ളി നല്ലൊരു ഓപ്ഷനാ പറഞ്ഞത്. പക്ഷെ ഇതിലൊക്കെ വൈനാടിയിരുന്നു നമ്മ അതൊന്നും വേണ്ടല്ലോ ഇരിക്കാം. അപ്പൊ നമുക്ക് ഇതില് അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ പേര് അടിപൊളിയായിരുന്നിട്ടുണ്ട് യാക്കിറ്റോറി. അതുകൊണ്ടാണ് ഇതന്നെ സജസ്റ്റ് ചെയ്തത്. എനിക്ക് ഈ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല. ഇതൊരു ഹണി മിക്സ്ഡ് ആയിട്ട് വന്നിട്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടമായിട്ടാ. ഒരു സെക്ഷൻ കഴിഞ്ഞല്ലേ? ഒരു സെക്ഷൻ കഴിഞ്ഞല്ലേ? ഇനി അടുത്ത ഇനി മെയിൻ കോഴ്സിലേക്ക് പോട്ടെ. ഞാൻ ഞങ്ങളുടെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് മക്കളുടെ ഫേവറേറ്റ് ഐറ്റമാണ് ഈ ലോഡഡ് ഫ്രൈസ്. പക്ഷെ ഇത് കുറേ കൂടി ചീസിയും പിന്നെ എന്തൊക്കെയോ ഒരു ഫ്ലേവേർഡായിരുന്നു. അതുകൊണ്ട് എനിക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടാണ്. ഇതും എനിക്ക് അങ്ങനെ കഴിച്ചില്ല. ഞങ്ങളൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കണേനായിരിക്കാം. എനിക്കറിയില്ല, ഇനി വരുമ്പോഴായിരിക്കും അങ്ങനെ കൊണ്ടുവരില്ല. ഞങ്ങൾ ഒറ്റയ്ക്കേ വരുള്ളൂ. ഇനി മക്കൾ പിസ്സ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല എന്നുള്ളൂ. എപ്പോഴും കഴിക്കണേൽ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണെങ്കിലും ടേസ്റ്റ് അങ്ങോട്ട് വലിയ ഇഷ്ടപ്പെട്ടില്ല. മക്കളും കഴിച്ചില്ല കേട്ടോ. എല്ലാവരും ഓരോ പീസ് മാത്രമേ കഴിച്ചുള്ളൂ. ആച്ചുമോൾ അത് കംപ്ലീറ്റ് പോലും ചെയ്തില്ല. അല്ലെങ്കിൽ പിസ്സൻ്റെയൊക്കെ ആൾക്കാരാണ് ഇവർ. പക്ഷേ ഇതങ്ങോട്ട് വലിയ ഇഷ്ടപ്പെട്ടില്ല. ശരിക്കും ഞാനില്ലേ ഇപ്പോൾ 14 വർഷമായില്ലേ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട്. 14 വർഷം മുമ്പ് ഈ സെയിം ഡേ വെളുപ്പിനെ ഞാൻ എണീച്ചിട്ടുണ്ടല്ലോ. ഉമ്മ എൻ്റെ തൊട്ടടുത്തെടുക്കുന്നുണ്ട്. ഉമ്മനെ എങ്ങനെ കുളിക്കാൻ എത്തിക്കണം. ശനിയാഴ്ച അന്ന് കല്യാണ ഹോളിൽ നിന്ന് എല്ലാവരും ലേറ്റായി വന്നിട്ട് കിടന്നിട്ടുള്ളൂ തോന്നുന്നുണ്ട്. ഉമ്മനെ കുത്തി എണീപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞേ ഉമ്മ എനിക്ക് പേടിയാവും, എനിക്ക് കല്യാണം വേണ്ടുമ്പോൾ എനിക്ക് ടെൻഷനാവണമെന്ന് പറഞ്ഞേ. അപ്പം പറയുന്നതാണ് എന്ത് ബഹളമായിരുന്നു ഇത്രയും ദിവസം, എന്ത് 20-ാം തീയതി ആവാത്ത ഇത്രയും ദൂരെയാണ് കല്യാണം കൊണ്ട് വെച്ചേക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു എന്ന്. എന്നിട്ട് ഉമ്മാൻ്റെ അന്നത്തെ ഒരു മുഖം കൊണ്ടിട്ടാണ് സങ്കടവും സന്തോഷവും ഇങ്ങനെ ഒരു അല്ലോ എനിക്ക് പാവം എന്നൊക്കെ തോന്നുന്ന പോലത്തെ ഒരു മുഖമില്ലേ, അങ്ങനത്തെ ഒരു മുഖമായിട്ട് ഉമ്മനെ കുറേ നേരം ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന ആ മൊമെന്റ് ഭയങ്കര വേദനയായിരിക്കും അല്ലേ. ഞാൻ ശരിക്കും ഉമ്മാൻ്റെ അന്നത്തെ മുഖം എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഉമ്മ എനിക്ക് പേടിയാണ്, എനിക്ക് കല്യാണം വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ പക്ഷെ എനിക്കിന്നിപ്പോൾ അതൊക്കെ ഓർമ്മ. എന്നോട് കുറേ നേരം ഞങ്ങൾ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണ നേരത്തെ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ കുറേയൊക്കെ ബാക്കോട്ട് പോകില്ലായിരിക്കുക. ആർക്കെങ്കിലൊക്കെ ഇതുപോലെയുള്ള മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉമ്മമാരായിട്ടും അതുപോലെ അത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളായിട്ടൊക്കെ ഒക്കെ ഉണ്ടായിരിക്കുക. മോൻ എന്തായിരുന്നു ഈ ഡേ, മോൻ്റെ മെമ്മറിയിൽ എന്തായിരുന്നു? കല്യാണം നടത്താനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു ആ ടൈമിൽ. അങ്ങനെ ചിന്തിക്കാനുള്ള പേടിയായില്ലേ എനിക്ക്? എനിക്ക് പക്ഷെ പനിയായിരുന്നിട്ടാ കല്യാണത്തിന് എനിക്ക് പനിയായിരുന്നില്ല. അന്ന് പനിയുണ്ടായി ഇല്ലായിരിക്കും. എൻ്റെ വീട്ടിൽ വന്നപ്പോ എന്നോട് എന്നേലും കല്യാണം കഴിക്കാണ്ട് പോകണം. അപ്പൊ അതൊക്കെ ഉണ്ടാവണം. മെയിൻ ചെറുതായിട്ട് പനിയെങ്കിലും വരണം പേടിച്ചിട്ടൊക്കെ. പക്ഷെ എന്താണല്ലോ എന്ത് പെട്ടെന്ന് യാറബേ. പക്ഷെ ഞാനിങ്ങനെ ഒരുങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഈ ഡ്രസ്സ് കാണിച്ചു കൊടുക്കാനും ഉമ്മാനെ വേണമായിരുന്നു. ഇന്നത്തെ ഡേ കഴിയുമ്പോൾ പോയി തിരിച്ച് എനിക്ക് വിശേഷമൊക്കെ പറയണം. ഇതൊക്കെ എനിക്ക് റബ്ബിനോട് ഞാനും റബ്ബും കൂടി ഒരു ചില സമയത്ത് ഞാൻ ഇച്ചിരി അകൽച്ചയൊക്കെ വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ്. ശരിക്കും നമ്മളെ മക്കളെ ഏറ്റവും സന്തോഷമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുക നമ്മളെ പാരൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്കിനി എന്തൊക്കെ ഇത് വന്നാലും വേറെ ആരെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്താലും നമ്മൾ പാരൻസിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു ഇത് ഭയങ്കര വലുതാണല്ലായിരിക്കും. എല്ലാവരും ഉമ്മാനെയും പാപ്പാനെയൊക്കെ നന്നായിട്ടൊക്കെ നോക്കണം കേട്ടോ. അവർ മനസ്സൊന്ന് വേദനിപ്പിക്കാതെ അവർക്ക് മാക്സിമം എത്ര സന്തോഷം കൊടുക്കാൻ പറ്റുക എല്ലാവരും ഒരുമിച്ച് ഇരുത്തിയൊക്കെ നോക്കെല്ലാവരും അല്ലേ പിന്നെ. പിന്നെ നമ്മൾ മെയിൻ കോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കണില്ല. ബീഫ് സ്റ്റീക്കും മാഷ്ഡ് പൊട്ടറ്റോ ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു പേരായിരുന്നു, പക്ഷെ മറന്നുപോയി. പിന്നെ പ്ലസ് ഒരു ബട്ടർ റൈസ് എന്ന് പറഞ്ഞിട്ട് റൈസിനൊക്കെ നല്ല ഒരു നമുക്ക് ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു ഫ്ലേവർ പറയൂലേ, ആ ഒരു ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഓരോ സ്കൂപ്പ് കഴിക്കുമ്പോൾ ഓരോരോ ടേസ്റ്റ് കിട്ടണ പോലെ ഫീൽ ചെയ്ത് എനിക്ക്. പക്ഷേ ഇത് ശരിക്കും ആൾക്ക് എൻജോയ് ചെയ്ത് കഴിച്ച പോലെ എനിക്ക് തോന്നി. എൻജോയ് ചെയ്തല്ല, എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് ഓർത്തിട്ട് ഇതെങ്ങനെ കഴിച്ചു. പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ടെന്നായിട്ട് പറഞ്ഞു. എനിക്ക് പിന്നെ എല്ലാ ഫുഡും പോകും, ഞാൻ എല്ലാ ഫുഡിലും ഓക്കെയാണ്.
എനിക്ക് ഇതൊന്നും പറ്റുന്നില്ല. എനിക്ക് കുറച്ച് ചോറ് മീൻകറി. ചോറും മീൻകറിയൊക്കെ ഇഷ്ടമുണ്ട്. റിൻസി മക്കളോട് പ്രാന്തിന് നമ്മുടെ ചോറ് മീൻകറി അടിപൊളി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ടാ എന്നെ സംസാരിച്ചപ്പോഴാണ് പറയണ പുള്ളി ഒരു മജീഷ്യനാണെന്ന്. അപ്പം തന്നെ മക്കള് ഭയങ്കര ഹാപ്പിയായി. Alisha, do you like money? Yeah. I say food and again say food and again say food. Now roll your finger, roll your finger. Keep on doing, keep on step moving, step following, step following again. Again, round of applause for her. Yeah. Be nice to her, okay? Don't fight with her. She can make you disappear. Or you can decline to her, no money. Spin her again. Oh! And again for the card. One more time for the card. Spin the card. അയ്യോ! Yes, here, card again. I'm sorry. Alright, so thank you very much. താങ്ക് യു. അത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്കൊരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ടാണ്. കേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. കഴിഞ്ഞ ഇയർ ഞങ്ങൾ അസർബൈജാനിൽ പോയപ്പോൾ അവിടെ ഇതുപോലെ ഞങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ 4 പേരും സെയിം ഇതുപോലെ തന്നെ ഇരുന്ന കേക്കൊക്കെ കട്ട് ചെയ്തത്. അന്ന് അവിടുത്തെ സ്റ്റാഫ് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തെന്ന്, ഇന്ന് ഇവിടുത്തെ സ്റ്റാഫ് നെവി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് ഹാപ്പി മൊമെൻ്റ് ആയിരുന്നിട്ടെന്ന്. പിന്നെ ഫൈനലി വന്ന പോലെ ബില്ല് വന്ന് ഇരിക്കാനും മുഖം കണ്ടില്ല, എന്ത് ഹാപ്പി ആയിട്ടായിരിക്കണമെന്ന്. അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ പിസ്സ കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ടേക്ക് അവേ ചെയ്ത് ഞാൻ മറന്നുപോയി. പക്ഷെ അവർ നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടു തന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി. അപ്പോൾ ഇവിടുത്തെ കിച്ചൺ കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താ ഓപ്പൺ കിച്ചണാണ്, പക്ഷെ നല്ല നീറ്റായിട്ട് 3-4 പേരിന് പട്ടേന്ന് പറഞ്ഞ് എന്ത് സ്പീഡിലാണ് ഒരു പണിയെടുക്കണം. ഇത് ഫാസ്റ്റ് ഫോർവേഡ് ആണെങ്കിൽ കൂടിയും അവർ നോർമലി ഭയങ്കര സ്പീഡിലാണ് പണിയെടുക്കണം. അത് നല്ല നീറ്റായിട്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു മിറർ വോൾ ഉണ്ട്. അവിടെ നിന്ന് കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് മക്കളൊരു ഡാൻസ് റീലൊക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി. പോയ സന്തോഷിച്ചിരി കുറവായിരിക്കും എവിടെയെങ്കിലും പോയി തിരിച്ചിറങ്ങുമ്പോൾ. അങ്ങനെ കഴിഞ്ഞ് അത് നമ്മൾ ഇറങ്ങുമ്പോൾ സർപ്രൈസായിട്ട് ഒരാളെ കൂടി കണ്ട്, നമ്മൾ ആസിഫ് അലിനെയും ഫാമിലീനെയും. പക്ഷെ വീഡിയോ എടുത്തില്ല, ഫാമിലി ഉള്ളതുകൊണ്ട് അവർക്കൊരു പ്രൈവസി വേണ്ടിയെന്ന് ഓർത്തിട്ട്. സത്യമായിട്ടും ഇത് ആസിഫ് അലി കണ്ടിട്ട് ഞാൻ തോന്നുന്നു പറഞ്ഞല്ലേ, ചെറുതായിട്ടേ കാണുള്ളൂ. ഞങ്ങൾ ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞപ്പോൾ ആസിഫ് അലിയും ബാക്കിൽ വന്ന് ജമയും ഞങ്ങൾ വിഷ് ചെയ്ത്. അപ്പോൾ എനിക്ക് കുറേ കൂടി ഹാപ്പിയായി. ഞാൻ തിരിക്കാനോട് പറയണമായിരുന്നു എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മെമ്മറീസ് ആയിട്ട് നമ്മൾ വന്നേന്ന് പറയണമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അടുത്ത ഇയർ വരെ ഓർത്തിരിക്കാനുള്ള ഒരുപാട് സന്തോഷങ്ങളും കുറേ ഓർമ്മകളൊക്കെ ആയിട്ടാണ് അങ്ങനെ ഈ ആനിവേഴ്സറി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടമായ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.